നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു രൂപം നൽകിയ ഇന്ത്യ സഖ്യം ഏതാണ്ട് മരിച്ചു കഴിഞ്ഞുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പി സർക്കാരിനുമെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു മഹാസഖ്യം രൂപം കൊള്ളാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഒരു മുതിർന്ന നേതാവ് 2023 ജൂണിൽ പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ നടപ്പിലായിരിക്കുകയാണ്. ബി.ജെ.പിക്കെതിരെ ഒരു മഹാസഖ്യം അഭികാമ്യമാണ്, പക്ഷേ അത് സാധ്യമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നായിരുന്നു ആ രാഷ്ട്രീയ നേതാവിന്റെ അഭിപ്രായ പ്രകടനം. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിയുകയാണ്. പാറ്റ്നയുടെ വേനൽ ചൂടിൽ ബി.ജെ.പി വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാക്കൾ ഒത്തുചേർന്നതിന് 18 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ സഖ്യം മരിച്ചു കഴിഞ്ഞ നിലയിലാണ്. അതിന്റെ അന്തിമ ചടങ്ങുകൾ അത്യധികം നിർണായകമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാർ സൗ പാർ എന്ന പ്രധാനമന്ത്രി മോദിയുടെ മുദ്രാവാക്യവുമായി ബി.ജെ.പി നടത്തിയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത്. സീറ്റെണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ വൈരുദ്ധ്യങ്ങളും ഒന്നൊന്നായി പുറത്തു വന്നു തുടങ്ങി. ഡൽഹിയിലാണ് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ രാഷ്ട്രീയം നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ തൊട്ടടുത്ത അതിർത്തി സംസ്ഥാനത്ത് പഞ്ചാബിൽ ഇരുവരും പരസ്പരം കടിച്ചു കീറുന്ന മത്സരമാണ് നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് പോരാടിയവർ ഒരു വർഷം എത്തുന്നതിന് മുൻപേ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് പരസ്പരം മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകുന്നതിൽ മുന്നിലുണ്ടായിരുന്ന നിതീഷ് കുമാർ മാസങ്ങൾക്കുള്ളിൽ തന്നെ NDAയിൽ തിരിച്ചു വന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാവായ ശരത് പവാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം മഹാരാഷ്ട്രയിൽ കാണാം. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ നിന്ന് ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞുപോകുന്നത് തുടരുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെ ആയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടെ ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടതു മുതൽ ഡൽഹിയിൽ അവരുടെ വോട്ട് ബാങ്കായി പ്രവർത്തിച്ചിരുന്ന ദേശീയ തലസ്ഥാനത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ആം ആദ്മി പാർട്ടിയോടുള്ള അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നു. ഇത്തവണ ഡൽഹിയുടെ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രമുഖ സംഘടനയായ ഡൽഹി ഓട്ടോറിക്ഷ സംഘ് ഉൾപ്പെടെയുള്ള പ്രമുഖ യൂണിയനുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പരസ്യമായ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിർണായകമായ സ്വാധീനമുള്ള ഡൽഹി ഓട്ടോറിക്ഷ സംഘ് അഥവാ DARS ശക്തമായ പിന്തുണയാണ് ബി.ജെ.പിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം, വെള്ളക്കെട്ട്, വ്യാപാരികൾ നേരിടുന്ന മറ്റു നിരവധി വെല്ലുവിളികൾ എന്നിവ പരിഹരിക്കുന്നതിൽ AAP സർക്കാർ തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് ജനറൽ സെക്രട്ടറി രാജേന്ദ്ര സോണി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. 11 വർഷമായി അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിന്റെ കാലത്ത് സ്ഥിതി കൂടുതൽ വഷളായതായി അദ്ദേഹം പറഞ്ഞു. ഇത്രയും വർഷങ്ങൾ ഓട്ടോ ഡ്രൈവർമാർക്ക് കേജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല. റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് തന്റെ സർക്കാർ 5 ലക്ഷം രൂപ നൽകുമെന്ന്, മെഡിക്കൽ കവറേജ് അനുവദിക്കുമെന്നും കേജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന കേജ്രിവാൾ ഇതെങ്ങനെ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.